വെൽക്കം ടു പെർഫെക്റ്റ് ഫോട്ടോഷോപ്പ്. സ്മാർട്ട് ഒബ്ജക്റ്റ്. എന്താണ് ഈ സ്മാർട്ട് ഒബ്ജക്റ്റ്? നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരുപാട് ക്രിയേറ്റീവ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധാരണ എന്താ ചെയ്യാറ്? ഫോട്ടോഷോപ്പിൽ പോയിട്ട് Ctrl+N അടിച്ചിട്ട് ഒരു പുതിയ പേജ് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ ഇമേജുകളും പിക്ചറുകൾ, ബാക്ക്ഗ്രൗണ്ട്സ്, ടെക്സ്റ്റുകൾ ഇതെല്ലാം ഇട്ടിട്ട് അതെല്ലാം കൂടി അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മളിടുന്ന ഇമേജുകളും ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ഓരോ ലെയറുകളായിരിക്കും. ഡിസൈൻ്റെ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന ഇമേജുകളൊക്കെ നമ്മൾ Ctrl+T അടിച്ചിട്ട് ചെറുതാക്കുകയും ട്രാൻസ്ഫോം ചെയ്യുകയും വലുതാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഇമേജിനെ Ctrl+T അടിച്ച് ചെറുതാക്കിയിട്ട് എൻ്റർ അടിക്കും. അതിൻ്റെ ആ ഡിസൈൻ്റെ അതിന് ഭംഗി നോക്കിയിട്ട് വീണ്ടും നമുക്ക് അതിന് കുറച്ചും കൂടി വലിപ്പം വേണമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും അതിനെ Ctrl+T അടിച്ച് കുറച്ചുകൂടി വലുതാക്കും. ഇങ്ങനെ ചെറുതാക്കിയിട്ട് വലുതാക്കുമ്പോൾ ആ ഇമേജിന് പിക്സലേഷൻ സംഭവിക്കും. അതായത് ആ ഇമേജിൻ്റെ ക്വാളിറ്റി ലൂസാവും. ഇതിനൊരു പരിഹാരമായിട്ടാണ് സ്മാർട്ട് ഒബ്ജക്റ്റ്. സ്മാർട്ട് ഒബ്ജക്റ്റ് അതിൻ്റെ പിക്സൽ ഇൻഫർമേഷൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നമ്മളുടെ ഇമേജുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പിക്സലുകൾ വെച്ചിട്ടാണ്. പിക്സലുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒരുപാട് പിക്സലുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്നതാണ് ഒരു ഇമേജ്. അതായത് ഒരു ഇമേജ്, ഉദാഹരണത്തിന് ഒരു ഇമേജിൽ 10,000 പിക്സലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ Ctrl+T അടിച്ച് ആ ഇമേജിനെ, ഈ 10,000 പിക്സലുള്ള ആ ഇമേജിനെ Ctrl+T അടിച്ചിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ അതൊരു 1000 പിക്സലായിട്ട് ചുരുങ്ങി എന്ന് വിചാരിക്കുക. ബാക്കി 9,000 പിക്സൽസ് അതിന് നഷ്ടമായി. അതിന് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഈ 1000 പിക്സൽ ആയ ആ ഇമേജിനെ നമ്മൾ Ctrl+T അടിച്ച് വീണ്ടും വലുതാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അത് ആ പഴയ 10,000 പിക്സലിലേക്ക് തിരിച്ച് വരില്ല. അതിൻ്റെ ക്വാളിറ്റി ലൂസായി അതിൻ്റെ എഡ്ജുകളൊക്കെ ബ്ലറായി മൊത്തം ബ്ലറായി ആ ഇമേജ് ആകെ നശിഞ്ഞു പോകും. അതേസമയം സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ 10,000 പിക്സലുള്ള ഈ ഇമേജിന് നമ്മൾ Ctrl+T അടിച്ച് ചെറുതാക്കി 1000 പിക്സലാക്കുമ്പോൾ ബാക്കി വരുന്ന 9,000 പിക്സൽസ് അത് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ശേഖരിച്ച് വെക്കും. തിരിച്ച് നമ്മൾ ഈ 1000 പിക്സലായ ഇമേജിനെ പിടിച്ച് വലുതാക്കുമ്പോൾ ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന 9,000 പിക്സൽസ് അത് വീണ്ടും ഉപയോഗിച്ച് വീണ്ടും 10,000 പിക്സലിലേക്ക് തന്നെ ഇത് റീക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതിന് ക്വാളിറ്റി ലോസ് സംഭവിക്കില്ല. ഇതാണ് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സാധാരണ ഇമേജ് എങ്ങനെയാണ് സ്മാർട്ട് ഒബ്ജക്റ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ സ്മാർട്ട് ഒബ്ജക്റ്റിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. രണ്ടും ഞാൻ കാണിച്ചു തരാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. എന്താണ് സ്മാർട്ട് ഒബ്ജക്റ്റ്? ഞാനിപ്പോൾ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ഇമേജാണ്. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ണൊക്കെ നല്ല ഷാർപ്പാണ്. ഓക്കെ. ഇത് ഒരു ലെയറാണ്, സാധാരണ ഒരു ലെയറാണ്. ഞാനിതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. Ctrl+J അടിച്ച് ഒരു കോപ്പി എടുത്തു. ഈ ലെയറിനെ ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റുകയാണ്. അതിനായിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ അതിൽ ഒരു ചിഹ്നം വന്നിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറി എന്നാണ്. ഇതുകൂടാതെ നമുക്ക് ഫിൽറ്ററിൽ പോയിട്ടും കൺവെർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കാവുന്നതാണ്. ഇത് നേരെ തിരിച്ച് സാധാരണ ഇമേജിലേക്ക് ആക്കാനായിട്ട് വീണ്ടും അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ റാസ്റ്ററൈസ് ലെയർ എന്ന് പറഞ്ഞ് കൊടുത്താൽ വീണ്ടും അതിൻ്റെ സ്മാർട്ട് ഒബ്ജക്റ്റ് മാറും. ഇപ്പം നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ അത് നിർത്താം. നമുക്ക് ഈ ലെയറിനെ റീനെയിം ചെയ്യാം. സ്മാർട്ട് ഒബ്ജക്റ്റ്. ഈ ലെയറിനെ നമുക്ക് റാസ്റ്റർ ലെയർ. രണ്ട് ലെയറുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഞാനൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഈ റാസ്റ്റർ ലെയർ ഒന്ന് നോക്കാം. Ctrl+T അടിച്ചിട്ട് ഞാൻ ഈ ലെയറിനെ ഒന്ന് ചെറുതാക്കുകയാണ്. ചെറുതാക്കിയിട്ട് എൻ്റർ അടിക്കുന്നു. വീണ്ടും Ctrl+T അടിച്ച് ഞാൻ അതിനെ വലുതാക്കി നമ്മുടെ സെയിം പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. കണ്ടോ? അതിൻ്റെ image quality completely lose ആയി.
പിക്സൽ കംപ്ലീറ്റ് പോയി. ഈ സെയിം പ്രോസസ്സ് ഞാൻ കണ്ടുപിടിച്ചു, ഇത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. സെയിം പ്രോസസ്സ് Ctrl T അടിച്ചിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കി നോക്കാം. എൻ്റർ അടിക്കുന്നു. വീണ്ടും Ctrl T അടിച്ച് തിരിച്ച് അതേ പൊസിഷനിലേക്ക് നമുക്കൊന്ന് വലുതാക്കി നോക്കാം. നോക്കൂ, അതിന് ക്ലാരിറ്റി ലോസ് ആയിട്ടില്ല. അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയർ ചെറുതാക്കിയാലും വലുതാക്കിയാലും അതിൻ്റെ ഡീറ്റെയിൽസ് ലൂസ് ആവുന്നില്ല. പക്ഷേ സാധാരണ ലെയർ ചെറുതാക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും വലുതാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ്. എന്താണ് ഈ റാസ്റ്റർ ലെയറും സ്മാർട്ട് ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഞാൻ ചെറിയൊരു ഉദാഹരണം കാണിക്കാം. ഇതിപ്പോൾ 2 ലെയറുകളാണ്. ഇത് റാസ്റ്റർ ഇമേജും ഇത് സ്മാർട്ട് ഒബ്ജക്റ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ലെയറിന് നേരെ ഇവിടെ ഒരു ചിഹ്നം കാണും. അങ്ങനെ കാണുന്നതെല്ലാം സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരിക്കും. സാധാരണ ലെയറിൽ വേറെ ചിഹ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വലുതാക്കുമ്പോഴും ചെറുതാക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ റാസ്റ്റർ ലെയറാണ്. ഇത് സാധാരണ ഇമേജുകൾ പിക്സലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പിക്സൽ എന്ന് പറഞ്ഞാൽ സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഗ്രിഡുകൾ, സ്ക്വയറുകൾ, ഇതാണ് ഓരോ പിക്സലുകളാണ് ഇതെല്ലാം. ഈ പിക്സലുകൾ എല്ലാം കൂടിയതാണ് ഈ റാസ്റ്റർ എന്ന് പറയുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു ഇമേജ്. ഈ ഒരു റൗണ്ട് ഇമേജിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് 1,00,000 പിക്സലുകൾ കൂടി ചേർന്നതാണ് ഈ റൗണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. നമ്മളിപ്പോൾ അതിനെ Ctrl T അടിച്ച് ചെറുതാക്കുമ്പോൾ ഇത്രയും ചെറുതാക്കി ആ 1,00,000 പിക്സലുകൾ മാറി അതൊരു 10,000 ഇമേജിലേക്ക് ചെറുതായി. അപ്പോൾ അതിന് ബാക്കി 90,000 പിക്സലുകളും നഷ്ടമായി. അതൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഇമേജിന് ഇനി സാധിക്കില്ല. സോ നമ്മൾ തിരിച്ച് വലുതാക്കുമ്പോൾ 10,000 പിക്സൽസ് തന്നെയാണ് വലുതായി വരുന്നത്. അതിന് ക്വാളിറ്റി ലൂസ് ആവും. നഷ്ടപ്പെട്ടു പോയ 90,000 പിക്സൽസ് അതിന് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് റാസ്റ്റർ ഇമേജുകളിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സെയിം തന്നെ. ഇതിലിപ്പോൾ 1,00,000 പിക്സലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിതിനെ Ctrl T അടിച്ചിട്ട് ചെറുതാക്കുകയാണ്. 1,00,000 പിക്സലുള്ള സ്മാർട്ട് ഒബ്ജക്റ്റിനെ നമ്മളിപ്പോൾ 10,000 പിക്സലായിട്ട് ചുരുക്കി എന്ന് വിചാരിക്കുക. ബാക്കി വരുന്ന 90,000 പിക്സലുകൾ സ്മാർട്ട് ഒബ്ജക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ശേഖരിച്ച് വെക്കും. അപ്പം നമ്മൾ വീണ്ടും അതിനെ വലുതാക്കുമ്പോൾ ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന 90,000 പിക്സൽ അത് വീണ്ടും യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തിരിച്ച് വലുതാക്കുമ്പോൾ അതിന് പിക്സലേഷൻ സംഭവിക്കുന്നില്ല. സെയിം ക്ലാരിറ്റിയിൽ തന്നെ ആ 1,00,000 പിക്സലിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് ഇതിന് ക്ലാരിറ്റി, പിക്സൽ ലൂസ് വരാത്തത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ സ്മാർട്ട് ഒബ്ജക്റ്റിന് ഒരുപാട് അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും ഉണ്ട്. രണ്ടും ഞാൻ പറഞ്ഞു തരാം. സാധാരണ ഒരു ലെയർ, റാസ്റ്റർ ലെയറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ സ്മാർട്ട് ഒബ്ജക്റ്റിൽ എഡിറ്റിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിവിടെ ഇറേസർ ടൂൾ എടുത്തിട്ട് സാധാരണ റാസ്റ്റർ ഇമേജിനെ ഇങ്ങനെ ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സ്മാർട്ട് ഒബ്ജക്റ്റിൽ വരുമ്പോൾ ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സെലക്ഷൻ ടൂൾ എടുത്തിട്ട്, ഇപ്പോൾ ലാസോ ടൂൾ എടുത്ത് നമ്മുടെ സാധാരണ ലെയറിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറ്റും. പക്ഷേ സ്മാർട്ട് ഒബ്ജക്റ്റിനെ ലെയർ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരും, കുഡ് നോട്ട് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ് ബിക്കോസ് ദ സ്മാർട്ട് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി എഡിറ്റബിൾ. അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി എഡിറ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി സ്മാർട്ട് ഒബ്ജക്റ്റിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ റാസ്റ്റർ ലെയർ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ ബ്ലറിൽ മോഷൻ ബ്ലർ കൊടുക്കുകയാണ്.
ഞാനിപ്പോൾ 85 കൊടുത്തു, ഓക്കെ അടിച്ചു. സെയിം എഫക്റ്റ് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റിന് കൊടുത്തു. ഫിൽറ്ററിൽ, ബ്ലറിൽ, മോഷൻ ബ്ലർ രണ്ടിനും സെയിം എഫക്റ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, റാസ്റ്റർ ലെയർ, ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ്. അതിനകത്ത് നമ്മളിപ്പോൾ കൊടുത്ത മോഷൻ ബ്ലർ എക്സ്ട്രാ ഒരു ലെയറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്ത മോഷൻ ബ്ലർ എഫക്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 85 എന്നുള്ള എമൗണ്ട് കാണിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ കൊടുത്തത്. അത് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും എഡിറ്റബിൾ ആണ്. ഇനി നമുക്ക് ഇമേജിലേക്ക് വരാം. ഞാനിപ്പോൾ റാസ്റ്റർ ലെയറാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ആഡ് നോയ്സ് കൊടുക്കാം. ഓക്കെ, ഇനി കർവ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻ കൊടുക്കാം. കളർ ബാലൻസ് എടുത്തിട്ട് വേറൊരു ടോണിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl Z അടിച്ച് ബാക്കിലേക്ക് പോയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പം നമുക്ക് അതിനകത്ത് സെയിം തന്നെ ഫിൽറ്ററിൽ നോയ്സ് കൊടുക്കാം, കർവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കളർ ബാലൻസ് വേറെ ഏതെങ്കിലും ടോണിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഇവിടെ ഒരു ലെയറായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ നോയ്സ് കൊടുത്തു, അത് കഴിഞ്ഞ് കർവ് കൊടുത്തു, ഇവിടെ കളർ ബാലൻസ് കൊടുത്തു. അപ്പോൾ ഇതിലേതെങ്കിലും പിന്നീട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഓപ്ഷൻ നമുക്ക് വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജസ്റ്റ് ഈ ഐ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ഇപ്പോൾ ആ കളർ ബാലൻസ് നമുക്ക് ആ കളർ കൊടുത്തത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇതങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ നമ്മൾ പഴയ കളറിലേക്ക് തന്നെ പോകും. ഇനി കർവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് പോകും. ഇനി നമുക്കത് വേണം, അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഈ കളർ ബാലൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച അതേ പൊസിഷനിലേക്കാണ് ഓപ്പണായി വരുന്നത്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. എത്ര വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ചെന്നിട്ട് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ലഭിക്കുന്നു. ഇതാണ് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഏകദേശം സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാലും സ്മാർട്ട് ഒബ്ജക്റ്റിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഇമേജ് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, അത് റാസ്റ്ററൈസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം നമ്മളിതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റാസ്റ്ററൈസ് ലെയർ കൊടുക്കുക. ഇപ്പോൾ അത് നോർമൽ ഇമേജിലേക്ക് മാറി. അതിനുശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ വെച്ചിട്ട് വരക്കാനൊക്കെ സാധിക്കും. സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ ബ്രഷ് ടൂൾ അപ്ലൈ ചെയ്യാനോ ഇറേസ് ടൂൾ അപ്ലൈ ചെയ്യാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ ഏകദേശം സ്മാർട്ട് ഒബ്ജക്റ്റും റാസ്റ്റർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്മാർട്ട് ഒബ്ജക്റ്റിനെ പറ്റി ഒരുപാട് ഇനിയും പറയാനുണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല. ഇനി വരുന്ന സെഷനിൽ സ്മാർട്ട് ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.